54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് ബ്ലെസ്ലി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയാണ്. മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച അവലംബിത തിരക്കഥ, മികച്ച ശബ്ദമിശ്രണം, മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ്, കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രം, മികച്ച നടനുള്ള ജൂറി പരാമർശം എന്നിവയെല്ലാം ലഭിച്ചത് ആടുജീവിതത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കാണ്. ബ്ലെസി എന്ന സംവിധായകന്റെ 16 വർഷത്തോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആടുജീവിതം കഴിഞ്ഞ മാർച്ച് 28-ന് തിയേറ്ററുകളിൽ എത്തിയത്. ഇപ്പോഴിതാ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി സിനിമാ പ്രേമികളെല്ലാം ഒന്നടങ്കം പറയുന്നത് ആടുജീവിതത്തിലെ ഹക്കീമായി അഭിനയിച്ചതിന് മികച്ച നടനുള്ള ജൂറി പരാമർശം KR ഗോകുലിന് ലഭിച്ചതിനെ കുറിച്ചാണ്. കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയായ ഗോകുലിന്റെ ആദ്യ സിനിമയായിരുന്നു ആടുജീവിതം. 6 വർഷത്തോളം പൃഥ്വിരാജിനെ പോലെ തന്നെ ഗോകുലും ഹക്കീമിന് വേണ്ടി നിരവധി ത്യാഗങ്ങൾ ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ കലയോട് കാണിച്ച അർപ്പണബോധം കൊണ്ട് തന്നെയാകും നജീബിനെ പോലെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ ഹക്കീമിന് വളരെ ചുരുങ്ങിയ സീനുകൾ കൊണ്ട് സാധിച്ചതും. ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത് മരുഭൂമിയിലെ ഹക്കീമിന്റെ അവസാന നിമിഷങ്ങളാണ്. ഹക്കീം എന്ന കഥാപാത്രമാകുന്നതിനു വേണ്ടി 64 കിലോ ഉണ്ടായിരുന്ന ഗോകുൽ 20 കിലോ കുറച്ച് 44 കിലോ ഭാരത്തിലേക്ക് 44 കിലോ ശരീരഭാരത്തിലേക്ക് എത്തിച്ചു. ഹക്കീം എന്ന കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുതന്നെയാണ് ഗോകുൽ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞിറങ്ങിയ ഓരോരുത്തരുടെയും മനസ്സിൽ നജീബിനൊപ്പം നാട്ടിലേക്ക് തിരികെ വരാൻ ഹക്കീമിനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലെല്ലാം സംസാരിക്കവേ പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ള ഗോകുലിനെ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ ഇത്രയും ഡെഡിക്കേഷൻ കാണിച്ച ഗോകുലിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്.